ജനുവരി 9 വിശുദ്ധരായ ജൂലിയനും ബസിലിസായും. ഈജിപ്തിലാണ് വിശുദ്ധരായ ജൂലിയനും ബസിലിസായും ജീവിച്ചിരുന്നത്. വിവാഹബന്ധത്തിലൂടെ ഒന്നായെങ്കിലും പരസ്പര സമ്മതത്തോടെ ബ്രഹ്മചര്യവ്രതവും ആശ്രമതുല്യവുമായ ജീവിതമാണ് അവർ നയിച്ചിരുന്നത്. തങ്ങളുടെ വരുമാനം മുഴുവനും പാവങ്ങളെയും രോഗികളെയും സഹായിക്കുവാൻ അവർ ചിലവഴിച്ചു. തങ്ങളുടെ ഭവനത്തിൽ വരുന്ന പാവപ്പെട്ടവർക്ക് താങ്ങും തണലുമായി അവർ സ്വഭാവനത്തെ ഒരാശുപത്രിയാക്കി മാറ്റാൻ മടി കാണിച്ചില്ല. ആശുപത്രിയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ താമസ സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇതിൽ പൊതുവായുള്ള മേൽനോട്ടം വിശുദ്ധ ജൂലിയനും സ്ത്രീകളുടെ താമസ സ്ഥലത്തിന്റെ കാര്യങ്ങളെല്ലാം വിശുദ്ധ ബസിലിസായുമായിരുന്നു നോക്കി നടത്തിയിരുന്നത്. ഇവരുടെ ജീവിതത്തെ അനുകരിച്ചുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സ്വജീവിതം ഒഴിഞ്ഞുവെക്കാൻ ധാരാളം പേർ തയ്യാറായി. ക്രൂരമായ 7 പീഡനങ്ങൾ മറികടന്നതിന് ശേഷമായിരുന്നു വിശുദ്ധ ബസിലിസ ശാന്തമായി മരിച്ചത്. വിശുദ്ധ മരിച്ച് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധ ജൂലിയൻ 7 ക്രൈസ്തവ വിശ്വാസികൾക്കൊപ്പം രക്തസാക്ഷിത്വ മകുടം ചൂടി. പാശ്ചാത്യ പൗരസ്ത്യ നാടുകളിലെ ഭൂരിഭാഗം ദൈവാലയങ്ങളും ആശുപത്രികളും വിശുദ്ധരായ ജൂലിയൻ, ബസിലിസ എന്നീ ദമ്പതികളുടെ നാമധേയത്തിലുള്ളവയാണ്. വിശുദ്ധ ജൂലിയന്റെ നാമധേയത്തിലുള്ള റോമിലെ 4 പള്ളികളും പാരീസിലെ 5 പള്ളികളും വിശുദ്ധ ജൂലിയൻ ദി ഹോസ്പിറ്റലേറിയൻ ആൻഡ് മാർട്ടർ എന്ന പേരിലാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മഹാനായ വിശുദ്ധ ഗ്രിഗറിയുടെ കാലത്ത് വിശുദ്ധ ജൂലിയന്റെ തലയോട്ടി കിഴക്കിൽ നിന്നും ഫ്രാൻസിലേക്ക് കൊണ്ടുവരികയും ബ്രൂണഹോൾട്ട് രാജ്ഞിക്ക് നൽകുകയും ചെയ്തു. രാജ്ഞി ഇത് എൻഡാംസിൽ താൻ സ്ഥാപിച്ച ഒരു കന്യാമഠത്തിന് നൽകി. ഇതിന്റെ ഒരു ഭാഗം പാരീസിലെ വിശുദ്ധ ബസിലിസ ദേവാലയത്തിൽ ഇന്നും വണക്കത്തിന് വിധേയമാണ്. നമുക്കും ഈ വിശുദ്ധരുടെ മാധ്യസ്ഥ്യം യാചിച്ച് പ്രാർത്ഥിക്കാം.